നമസ്കാരം. ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക്. ഗസ യുദ്ധം നിലച്ചതായി ട്രംപ് പ്രഖ്യാപിക്കുമ്പോഴും കരാർ ഇസ്രായേൽ അംഗീകരിക്കുന്നത് നീളുന്നു. രാത്രി ചേരുന്ന മന്ത്രിസഭാ യോഗം കരാർ അംഗീകരിക്കും. പുനരധിവാസത്തിനായി എല്ലാ രാജ്യങ്ങളും നല്ലൊരു തുക ഗസയ്ക്ക് നൽകുമെന്നും ഈജിപ്തിൽ നടക്കുന്ന വെടിനിർത്തൽ കരാർ ഒപ്പുവെക്കൽ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 2025 സാഹിത്യ നൊബേൽ പ്രഖ്യാപിച്ചു. ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കയ്ക്കാണ് സാഹിത്യ നൊബേൽ പുരസ്കാരം. ഭാവനാത്മകവും പ്രവചനാത്മക സ്വഭാവമുള്ള രചനകളാണ് അദ്ദേഹത്തിന്റേതെന്ന് വിലയിരുത്തിയാണ് പുരസ്കാരം. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനടക്കം അത്യാവശ്യമായ അപൂർവ ധാതുക്കൾ ചൈന ഇന്ത്യക്ക് നൽകുമെന്ന സൂചന. യുഎസിലേക്ക് കയറ്റി അയക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന ചൈന. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ആവശ്യം. എവറസ്റ്റിന്റെ തിബറ്റൻ ചെരുവുകളിൽ കുടുങ്ങിയവരെ തിരിച്ചെത്തിക്കുന്നു. 850ഓളം പേരെ രക്ഷപ്പെടുത്തി. രക്ഷാപ്രവർത്തനം നടത്തിയത് ഗ്രാമവാസികളും സന്നദ്ധ പ്രവർത്തകരും ചേർന്നു. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിനടക്കം അത്യാവശ്യമായ അപൂർവ ധാതുക്കൾ ചൈന ഇന്ത്യക്ക് നൽകുമെന്ന സൂചന. യുഎസിലേക്ക് കയറ്റി അയക്കില്ലെന്ന് ഉറപ്പ് നൽകണമെന്ന് ചൈന. ആഭ്യന്തര ആവശ്യങ്ങൾക്ക് മാത്രമേ ഉപയോഗിക്കാവൂ എന്നും ആവശ്യം. ഇക്വഡോർ പ്രസിഡന്റ് ഡാനിയൽ നെബോയ്ക്ക് നേരെ വധശ്രമം. 500ഓളം പേരടങ്ങുന്ന സംഘം പ്രസിഡന്റിന്റെ കാർ തടഞ്ഞു. അക്രമികൾ വെടിയുതിർത്തിയെന്നും റിപ്പോർട്ട്. ആക്രമണം കനാർ പ്രവിശ്യയിലേക്ക് പോകുന്ന വഴി. സൗദി അറേബ്യയുടെ റിയാദ് എയർ സർവീസിനൊരുങ്ങുന്നു. ഈ മാസം 26 ലണ്ടനിലേക്ക് ആദ്യ സർവീസ്. ഇന്ത്യയിലേക്കും ഈ വർഷം തന്നെ സർവീസ് ഉണ്ടാകുമെന്ന് റിയാദ് എയർ.